ഏഷ്യൻ ന്യൂസ് ഖേദം പ്രകടിപ്പിക്കുന്നു. അപകീർത്തിപ്പെടുത്തൽ വരില്ല എപ്പോഴല്ലാത്തത് പറയുമ്പോഴാണ് തീരുമാനം മാർക്കസ് അധികൃതരുടെ സ്ഥിരീകരണത്തെ തുടർന്ന് ഞമ്മള് പറഞ്ഞു പോയിട്ടില്ല, അപ്പൊ പിന്നെ അത് പിൻവലിച്ചു. സുന്നി നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മണാർക്കാട് സന്ദർശനം നടത്തിയെന്ന വാർത്ത വിവാദമായതിൽ ഏഷ്യൻ ന്യൂസ് ഖേദം പ്രകടിപ്പിച്ചു. ഇത് ഉസ്താദിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം നടന്നതാണ് തീരുമാനത്തിന് കാരണമായത്. ഇത് സംബന്ധിച്ച് മർക്കസ് അധികൃതരുടെ സ്ഥിരീകരണവും മുഖവിലേക്കെടുത്താണ് ഖേദം പ്രകടിപ്പിക്കാൻ ഏഷ്യൻ ന്യൂസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. മെയ് 8 ഞായറാഴ്ച ഉസ്താദ് മണാർക്കാട് സന്ദർശനം നടത്തിയെന്നാണ് വാർത്ത നൽകിയത്. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് കാന്തപുരം രഹസ്യ സന്ദർശനം നടത്തിയിട്ടില്ലെന്ന മർക്കസ് സ്ഥിരീകരണം വ്യക്തമായതാണ് തീരുമാനത്തിന് കാരണം. അപ്പൊ ഓൽക്ക് വ്യക്തമായി, കാരണം ഓൽക്ക് ചേളാരി മദ്രസയിൽ പോയിട്ടില്ല. ഓൽക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി, ഈ ചേളാരി മൊല്ലമാർക്ക് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഓലാ ഇഫ്തിറാവും കെതിബോയിട്ട് വിളിച്ചറിഞ്ഞ് നടക്കുക. ഇനിയും നോക്കൂ സുഹൃത്തുക്കളെ, തോന്നിയാസം പറയണം ആര് ഈ വാട്സപ്പിന്റെ വിഷയത്തിലൊക്കെ ശംസുദ്ദി മറുപടി പറഞ്ഞത് കേട്ടോളി. വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും ₹1 ചെലവിൽ നടത്താൻ പറ്റിയ സംഗതിയാണ്. അതിലാർക്കും എന്തും തോന്നിയാസം ചെയ്യാന്ന് മൂപ്പരെന്നെ പറയുന്നുണ്ട്. അതിൽ കൂട്ടിയാൽ മതി നിങ്ങൾ പറയണോക്കെ. ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ആർക്കും പൈസ കൊടുക്കണ്ട. ഒരു ചെറിയ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസം ആർക്കും ആവാം. ഈ വിഭാഗം ആളുകൾ വിശ്വാസികളാണെന്ന് പറയാൻ പോലും നമുക്ക് പ്രയാസപ്പെട്ടു. കാരണം അവരെ നയിക്കുന്നവർ ഈ മയ്യത്തും കട്ടിലേക്ക് ഊര കുലുക്കണ കുട്ടികളൊക്കെ അള്ളാ കൂട്ടുപോതാൻ പറ്റിയ ആൾക്കാരാണ്. ഞമ്മള് വിശ്വാസികളാണോ തന്നെ മൂപ്പരിക്ക് ഇഷ്കാല. ഇനി വല്ല ഈമാനം ഉണ്ടെങ്കിൽ അത് മണ്ണാർക്കാട്ടെ BJP-ക്കാർക്കുള്ളൂ. അതപ്പോ മൂപ്പര് നിലപാട്. എന്ത് രീതിയിലായി കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് ആളുകൾ കൊണ്ടുപോകുന്നത്? AP ഉസ്താദ് അനുയായികളെ കൊണ്ടുപോകുന്നത് എവിടുക്കാന്ന് തിരിയണമെങ്കിൽ ഈ ഒരാഴ്ച അങ്ങാടി തെരഞ്ഞാൽ മതി വക്കീലെ. ഞങ്ങളെ കുട്ടികൾ മാപ്പിളാര കോലത്തിൽ റോട്ടിൽ കൂടെ നടക്കണത് കാണാൻ. നിങ്ങൾ അസർമുല്ല അനുയായികളെ കൊണ്ടുപോകുന്നത് എവിടുക്കാന്ന് തിരിയണമെങ്കിലും അതേ അങ്ങാടി പോയി നോക്കിയാൽ മതി. മലർന്ന് കിടന്ന് തുപ്പാൻ നിൽക്കണ്ട. ബാക്കി ഇവിടെ വിശ്വാസപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെയുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെയുള്ളൂ. അത് ചെല്ലിയാ പിന്നെ എത്രയും കൊല്ല. അതങ്ങൾ പഠിച്ചതില്ലേ. അതിനേക്കാളും ഒക്കെ ഉപരി ഒരുതരം ഭ്രാന്തമായ ആവേശത്തിൽ ഞാൻ അനുവാദിക്കപ്പെടുത്തുന്നില്ല. ഇനി മൂപ്പര് ചെയ്യണ എന്താ അറിയോ, വാട്സപ്പില് താനൂരൊരു പള്ളിന്റെ അപ്പുറത്തെ പീഡിയക്കൊലയും ഒരു ബോർഡ് വെച്ച്. താനൂർ ഏതോ ഒരു പള്ളിന്റെ അപ്പുറത്ത് അദ്രൈമാനെ ജയിപ്പിക്കണം എന്ന് പീഡിയക്കൊലയുമ കൊണ്ടയച്ച ബോർഡ് ഏതോ ചേളാരിക്കാരന്റെ ചെരിഞ്ഞ ക്യാമറയിൽ പിടിച്ചു വെച്ചിട്ട് അത് പള്ളിമ വെച്ചെത്താണെന്ന് വരുത്തി തീർത്ത് ഓട്ടം വിട്ടു. എന്നിട്ട് ഈ വിട്ടോൻ തന്നെ അല്ലെങ്കിൽ ഓനെപ്പോലത്തെ വേറൊരു അന്തംകമ്മി പറഞ്ഞു ഞങ്ങളെ പള്ളിയിൽ ഞങ്ങൾക്ക് പോച്ച വെക്കും. ഇതൊക്കെ ചെയ്തതുപോലെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഏൽപ്പിക്കാരൊരു പള്ളിയിൽ ലോകത്തെവിടത്തും അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനെയും ബോർഡ് വെച്ചിട്ടില്ല. അത് ഞമ്മളെ പെരടിയിലും വാട്സപ്പ് കൂടെ വന്നതും ഞമ്മളെ പെരടിക്ക് എടുത്തിട്ടാണ്. ആര് ഉത്തരവാദപ്പെട്ടൊരു ജനപ്രതിനിധി. ഇയാൾ തോൽക്കേണ്ട ആളല്ലേ. എന്താപ്പ കാട്ടണ്, തൂണിരിക്കാത്തോനും ജയിച്ചാൻ വകുപ്പ് ജനാധിപത്യത്തിലുണ്ട്. ഒരുതരം സാധുതകൾ, ഒരുതരം ഹിസ്റ്ററി കാണിച്ചതുപോലെ പിന്നാലെ പോവാണ്. ഇങ്ങളെ ഈ അങ്ങാടിയിൽ ചെക്കന്മാര് കാട്ടണീന് എന്താ മാഷ ഇംഗ്ലീഷ് പറയാ അറിയില്ല. മലയാളത്തിൽ തമ്മാടി തന്നാ പറയാ. അവർ തിരുത്തണം. ഞാൻ പറയുന്നത് അവരെ തിരുത്തണം. ഞങ്ങളെ കുട്ടികളെയും കൂടി നിങ്ങൾക്ക് അങ്ങനെ അങ്ങാടിയിൽ കോലം കെട്ടാൻ കിട്ടണം. അതല്ല ഇപ്പൊ ഈ തിരുത്തല്. ഇതിങ്ങനെ എവിടുന്നായി പോകുന്നത്? ഞാനതൊന്നും എന്റെ നാവ് കൊണ്ട് ആവർത്തിക്കുന്നില്ല. ഈ സമയത്ത് താനൂരിൽ നിന്നുണ്ടായിരുന്ന ഒരു വാട്സപ്പ്, പള്ളിയെ സംബന്ധിച്ചുള്ള ഒരു വാട്സപ്പ് കേട്ടു. ഇഞ്ച വക്കീലെ, നിങ്ങളൊരു MLA അല്ലേ? ഇങ്ങളിച്ചാതി ചപ്പടാച്ചിയൊക്കെ പറഞ്ഞെടുക്കാൻ പാടുണ്ടോ? വാട്സപ്പിൽ ഈ തോന്നിയാസം ഉണ്ടാക്കിയതുപോലെ അത് വിശദീകരിച്ചതുപോലെ അത് നമ്മളെ പെരടിയിൽ പിന്നെ ഓലെന്നെ കെട്ടിവെക്കുക. എന്നാൽ ഞങ്ങളെവിടേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നറിയുമോ? അത് എസ്കക്കാരനായ സമതുക്കോട്ടൂർ പറഞ്ഞു തരും. ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് AP ഉസ്താദ് നടത്തിയ പ്രസ്താവന സമത് പൂക്കോട്ടൂര് വിളിച്ചു പറയുന്നു എന്ന് മാത്രമല്ല, സമത് പൂക്കോട്ടൂർ ഉദ്ധരിച്ചിട്ട് ഉസ്താദിനെ കുതിരയാക്കാണ്. പക്ഷേ AP ഉസ്താദ് കൊണ്ടുപോകുന്നത് അനുയായികളെ എവിടേക്കാണ് എന്ന് സമത് പൂക്കോട്ടൂര് വായിക്കുന്ന പ്രസ്താവനയിലുണ്ട്. ഈ ആഹ്വാനം ചെയ്ത ആള് തന്നെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറഞ്ഞൊരു വാക്കുണ്ടാകുക, അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലമാഘോഷം അതിര് വിടരുതെന്നാ പറഞ്ഞത്. അത് പറയാൻ ഒരു തങ്ങള് പാണക്കാട്ടില്ലേ? മുസ്ലിം ലീഗാരാ ഉണ്ടാകണ്ടേ? അവർ ബഹുമാനപ്പെട്ടോരല്ലേ? അവരാദരണീയരല്ലേ? അവർ സാദാത്തുക്കളല്ലേ? ഈ ഉമ്മത്തിന്റെ എല്ലാവർക്കും വേണ്ട വാതിലല്ലേ ആ സാദാത്തുക്കളുടെ ബഹുമാനപ്പെട്ട തിരുമുഖം?
അവര് പറയണ്ടേ? അത് അപ്പറഞ്ഞത് AP ഉസ്താദ് പറഞ്ഞില്ലേ? അവിടേക്കാ ഞങ്ങളെ നേതാവ് ഞങ്ങൾ അണികളെ കൊണ്ടുപോകുന്നത്. ഇലക്ഷനിന്റെ ആഹ്ലാദ പ്രകടനം അതിരുവിടാൻ പാടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇതേവരെ സമാധാനപരമായി പൂർത്തിയാക്കിയ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഫലപ്രഖ്യാപന നാളിലും അങ്ങേയറ്റത്തെ അച്ചടക്കവും സംയമനം പാലിക്കാൻ ബദ്ധശ്രദ്ധരാകണം. ഇന്ന് ചീത്ത പറയുന്നതിനകത്ത് ജാമ്യം എടുക്കണം. കണ്ടങ്ങള് അങ്ങനെ ചേളാരിക്കാരതിന് അർത്ഥം വെക്കുക. എടോ, നിങ്ങൾ ചീത്ത പറയാൻ തുടങ്ങിയിട്ട് കാലത്തിരിയായി, നിങ്ങൾ കോലം കത്തിക്കാൻ തുടങ്ങിയിട്ട് കാലത്തിരിയായി. അതിന് ഞങ്ങളെ നേതാവ് പറഞ്ഞ മറുപടിയുണ്ട്. എന്റെ കോലമല്ല, എന്നെ തന്നെ കത്തിച്ചാലും എന്റെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിറകോട്ട് പോകില്ല. മുറക്കെ പറഞ്ഞ നേതൃത്വമാണ് സുൽത്താനുലമാ ക്രാന്തപുരം എത്തിയതിനൊക്കെ മനസ്സിലായ അള്ളാഹു ഈ ഭൂമിയിൽ ഞങ്ങളെ ഹയാത്ത് കാലത്ത് അങ്ങനെ ചങ്കുറപ്പും നെഞ്ചുറപ്പും നട്ടെല്ലുമുള്ളൊരു നേതാവിനെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നത് ഈ ഭൂമിയിൽ അള്ളാഹു ഞങ്ങൾക്ക് തന്നെ സൗഭാഗ്യമാണ്. അള്ളാഹുവേ, ദീർഘകാലം ഞങ്ങൾക്കത് നിലനിർത്തിത്തരണേ. അതാ ഞങ്ങളെ സൗഭാഗ്യം, അതാ ഞങ്ങളെ സന്തോഷം. നിങ്ങളുടെ താണ്ഡവങ്ങളുടെയും കമ്മാടിത്തരങ്ങളുടെയും മുന്നിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ആ ഈമാനിന്റെ പാലൊഴുകുന്ന പുഞ്ചിരിയൊഴുകുന്ന പൂമുഖമാണ്. നിങ്ങൾ മനസ്സിലാക്കണോ? ഞങ്ങളെ നേതാവ് അവിടുത്തെ കൊണ്ടുപോകണം. നിങ്ങൾ പറയണേ നോക്കിക്കോളൂ. നമ്മളാരെയും കുറ്റപ്പെടുത്തിയില്ല, നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയില്ല, നമ്മൾ അദ്ദേഹത്തെ കോലമുണ്ടാക്കാൻ പറഞ്ഞില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഓലി ഞമ്മളെ കോലുണ്ടാക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞമ്മളെ കോലുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടാക്കിയേ കത്തിച്ചനെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? അതുപോലെ കോലം ഉണ്ടാക്കാൻ പാടില്ല, കൃത്യമാണ്. അഥവാ ഉണ്ടാക്കിയാലോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സാമിരി പശുക്കുട്ടി ഉണ്ടാക്കുന്ന പറഞ്ഞത് കത്തിച്ചിട്ട് പൊടിപൊടിയാക്കി കടലിൽ മുക്കുന്ന, നിങ്ങളെ കത്തിച്ച് പൊടിപൊടിയാക്കി കടലിൽ മുക്കുമെന്ന് ഈ ഗവൺമെന്റ് തീരുമാനിച്ചാൽ പിന്നെ തീർക്കാൻ പറ്റുമോ? മാഷേ, സാമിരി കോലുണ്ടാക്കിയതുകൊണ്ടല്ലേ അള്ളാഹ് കത്തിച്ചാൻ പറയേണ്ടി വന്നത്. ഈ പാണക്കാട്ട തങ്ങൾ പാപ്പാന്റെ കൗമും വാപ്പോലിയാര സമസ്തി എങ്ങനെയാ സാമിരി തുരീക്കത്താരായതെന്ന് ഞങ്ങൾക്കറിയാത്തത്? എങ്ങനെ ഞങ്ങൾ ഈ കോലം ഉണ്ടാക്കണോലായത്? അതിനാക്കിയിട്ടല്ലേ സാമിരിനോട് പറഞ്ഞത് നിങ്ങൾക്കും പറയേണ്ടി വന്നത്. എങ്ങനെ ചേളാരി സമസ്ത സാമിരി സമസ്തയായി? അതാ ഞങ്ങൾക്കറിയാത്തത്. നിങ്ങളുടെ നേതാക്കളുടെ സ്വഭാവം കൊണ്ടാണ്. ഇനി നോക്കുങ്ങള്, താടി മുടി നരച്ച മൂല്യന്മാരെ ആസ്വദിക്കാണ് സ്റ്റേജിന്മേൽ കയറിയിട്ട് കോലം കത്തിക്കല്. എന്താപ്പാ മസലങ്ങള്? കള്ളുണ്ടാക്കരുത് നമ്മൾ പറഞ്ഞില്ല. ഉണ്ടാക്കിയാണെങ്കിൽ കുടിച്ചു കളഞ്ഞളി, ചിന്തിക്കളഞ്ഞളിന്നല്ല. എന്താപ്പ അതൊക്കെ കുടിച്ച് കൊടുത്തു കളയേണ്ട മളെ തുണി കത്തിച്ചളാറിന കോലത്തില്ല. ഇനി താടിമുടി നരച്ച മൂല്യന്മാരെ കത്തി ഈ സമുദായത്തിൽ ഈ ജാതി വൃത്തിയേട് വരുന്നതിന്റെ ദുഃഖമല്ല, AP ഉസ്താദിന്റെ കോലം കത്തിക്കണിയിലുള്ള ആവേശമാണ് മൂല്യന്മാരെ മോത്തും വർത്താനത്തിലും. രണ്ടും ഓരോരുത്തരെ മയ്യത്ത് കല്ലിൽ ഏറ്റിയാണ് മയ്യത്ത് കൊണ്ടുപോകണമാര് കൊണ്ടുപോവുക. വലിയ സന്തോഷമായി ഉസ്താദിന്. ഇത്തരത്തുള്ളൊരു ഗതികേട് വന്നു പോയല്ലോ. ഗതികേട് അവിടെയല്ല ഉസ്താദെ. മാപ്പളത്തറവാട്ടിൽ ജനിച്ച മക്കള് ഈ രാജ്യത്ത് മതമില്ലാത്ത ആളുകളെപ്പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ, ആദിവാസികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ തെരുവിൽ തമ്മാടിത്തം കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോഴും അങ്ങയെപ്പോലെയുള്ള ഉസ്താദുമാർ അത് കണ്ട് ആസ്വദിക്കുന്നതും കാണുമ്പോഴാണ് ഈ സമുദായം എത്തിപ്പെട്ട ഗതികേടിന്റെ ആഴമറിയുന്നത്. അല്ലാഹു ഈ സമുദായത്തെ കാക്കട്ടെ. അതേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ, അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനിയോ ചാനലിൽ വന്ന ആ വാർത്തകളെ തലീ കെട്ടിയ മൂലര് ക്ലിപ്പിട്ടിട്ട് ആസ്വദിക്കാണ്. ആത്മരതി എന്ന് പറയുന്നതിനൊക്കെ ആസ്വദിക്കാണ്. നോക്കിങ്ങള് പിന്നെ കാന്തവരോട് എന്താണ്ടായത്? നിങ്ങൾ അറിയണം ഇവിടെ എന്തൊക്കെ സംഭവിച്ചു. നിങ്ങളുണ്ടല്ലോ ഇവിടെ ഭൂമിയിൽ, ഉണ്ടാകാതൊക്കെ അതൊക്കെ ആളുകളെ പ്രതിഷേധ പ്രകടനം എവിടം വരെത്തി? ഇയാളൊരു പ്രഖ്യാപനം ഉണ്ടായൊരവസ്ഥയല്ലേ? എവിടം വരെത്തി? നിങ്ങളറിയോ എത്ര ജനാസ ഈ വഴിക്ക് പോയെന്നറിയോ? എത്ര ജനാസ അറിയോ? ഒരു പ്രകടനം കണ്ടോളൂ നിങ്ങൾ എന്തൊക്കെ നടക്കുന്നത്. ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശംസുദ്ദീന് ഇത്തവണ ഭൂരിപക്ഷം 12,300 ജയിച്ചതോടെ AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ പ്രതിഷേധം ഇരമ്പി. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെയൊക്കെ തന്നെയാ ജഡ്ജന്റ്. മലപ്പുറം ജില്ലയിലെ ഇടങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ AP അബൂബക്കർ മുസ്ലിയാരുടെ കോലം ശവമഞ്ചത്തിലേക്ക് നടന്നു.
മണ്ണാർക്കാട് ലീഗ് പരാജയപ്പെട്ടാൽ ലീഗിനത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമായിരുന്നു. മണ്ണാർക്കാട് നിന്നും ക്യാമറ പേഴ്സൺ വിപിൻ ജെയിംസിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1. സാധാരണ നേർച്ചക്കൊക്കെ പല ഭാഗത്ത് പെട്ടി വരാറുണ്ട്. നേർച്ചക്ക് മാത്രമല്ല ചേളാരിപ്പൂരത്തിനും അതൊക്കെ ഉണ്ടാവുന്ന കൂട്ടിയാൽ മതി. മണ്ണാർക്കാട് നല്ല ജനാസഭ വരുന്നു പല ഭാഗത്ത്, മഞ്ചേരിന്ന് പല എന്തോ ഒരു ഉറ്റ ചിരിച്ചു നോക്കി നിങ്ങള് ആസ്വദിക്കുക. പുറത്തുനിന്ന് തിരുവരങ്ങാടിന്ന് കൊണ്ടോട്ടിന്ന് കണ്ണൂർ വരെ എറണാകുളത്ത് ഒരു ടീം എത്തിയിരുന്നു. ആരവരെ വിളിച്ചു വരുത്തിയത്? ആരും വിളിച്ചെത്തണ്ടല്ലോ. നിങ്ങളെ തൊള്ളിമാവും നാട്ടുകൂടെ ഇങ്ങനെ തെറിയറിഞ്ഞ് നടന്നാൽ മതിയല്ലോ. ബാക്കി എന്തിനാ? ആരാണ് ഇതിന്റെ കാരണക്കാരൻ? എന്തിനാണ് അതിന് നിന്നത്? കണ്ടങ്ങൾ ഇജ്ജെന്തിനാ വിളിച്ചാതെ കല്യാണത്തിന് എന്നത്? ഇജ്ജേതായാലും വിളിച്ചാത്ത നമുക്ക് ഞാൻ വരാത്തവനാകണ്ടെന്ന് പറഞ്ഞേ ആ കൂട്ടത്തിലാ. ചോദിക്കട്ടെ എസ്കക്കാരാ, പാണക്കാർ തങ്ങളിപ്പാപ്പ വോട്ട് ഞാൻ പറഞ്ഞേക്കല്ല, നിങ്ങളെ ഭാഷയിൽ നിരങ്ങിന്ന് പറയണം. അത് ഞാൻ പറയണില്ല. എത്ര അടുക്കള കയറി വോട്ട് ചോദിച്ചു പാണക്കാട്ടെ തങ്ങളെ. ഉദുമയിൽ വോട്ട് ചോദിച്ചു പോയി, തിരുവമ്പാടിയിൽ പോയി, കൊടുവള്ളിയിൽ പോയി, എല്ലായിടത്തും പോയി. ഉദുമയിൽ സുധാകരൻ നിങ്ങൾ ഇവിടെ കണ്ണൂരിൽ തണുപ്പാപ്പാൻ പോയ ഉമീക്ക സുധാകരൻ ആകല്ല. ആ സാധു കണ്ണൂരിൽ നിന്ന് കഷ്ടിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോ സച്ചിന്റെ ജയ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി. കാരണം BJP ഉണ്ടാവും കുറച്ച്. അപ്പോ ഇതിപ്പോ തങ്ങളിപ്പാപ്പാനെ വിശ്വസിച്ചു പോയതാ. തങ്ങളിപ്പാപ്പ നോക്കി നിങ്ങൾ പറയുന്ന 2 കളവയിലുണ്ട്. 5 കൊല്ലൊരു മണ്ഡലത്തിലൊരു MLA നിന്നാൽ എന്തായാലും ഒരു ഓവാലിൽ നന്നാക്കാതെ പോകും. അതുകൊണ്ട് ഒരു വികസനം ഒരു MLA നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കളവാവൂലേ? മാത്രല്ല അക്രമ രാഷ്ട്രീയമാണ് CPM-മാരെന്നും പറയുന്നുണ്ട്. ഉദുമ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കെ സുധാകരൻ, അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും വികസനത്തിന് വേണ്ടിയുമാണ്. 25 വർഷക്കാലം നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒരു വികസനവും നേടാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിന് എതിരായിക്കൊണ്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള നമ്മുടെ അടയാളമാണ് ഈ കൈപ്പത്തി അടയാളം. അതുകൊണ്ട് എല്ലാ വോട്ടർമാരും നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കെ സുധാകരനെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മട്ടം പോലെ തോറ്റ്, പക്ഷെ കോലം കത്തിച്ചില്ല. അപ്പുറത്ത് പിണറായിന്റെ അനുയായികളായിരുന്നു, അച്യുതാനന്ദന്റെ അനുയായികളായിരുന്നു. എന്റെ പിണറായിക്കും അച്യുതാനന്ദനുള്ള പ്രത്യേകത പോലും ചേളാരി മദ്രസ പഠിച്ചിട്ടില്ല ഇപ്പത്തെ മൊല്ലമാരെ കീഴിൽ. അതാണ് യോഗ്യത. ഇനി സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനൊരു പറയുന്ന ന്യായം, തങ്ങളിപ്പാപ്പൊരു രാഷ്ട്രീയ പാർട്ടിന്റെ നേതാവല്ലേന്ന. ചെങ്ങായിമാരെ, ഒരു പണ്ഡിതൻ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നത് തന്നെ നിങ്ങൾ ഈ പറയുന്ന കണക്കിന് ഇത്ര വലിയ തമ്മാടിത്താണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ പ്രസിഡന്റ് ആകല അതിനേക്കാളും വലിയ തെറ്റാണെന്നല്ലേ മനസ്സിലാക്കേണ്ടേ? അങ്ങനെയല്ലേ കിയാസാക്കണ്ടേ? ഒരു പണ്ഡിതൻ രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന തന്നെ ഇത്ര സബുലോപിക്കാത്തിലെ വലിയ കുറ്റാണെങ്കിൽ ഒരു പണ്ഡിതൻ രാഷ്ട്രീയ നേതാവാകുന്നത് അതിനേക്കാളും വലിയ തോന്നിയാസല്ലേ? ഇവരെങ്ങനെയാ കിയാസാക്കിയത്? നിങ്ങള് രാഷ്ട്രീയ നേതാവാണെങ്കിൽ പിന്നെ ഒക്കെ അൽഹംദുലില്ലാ ഖൈറന്നെയാണ്. മതപണ്ഡിതനാണെങ്കിൽ മതപണ്ഡിതൻ മാത്രമായ തെറ്റ്, രാഷ്ട്രീയക്കാരനും കൂടി ആയാൽ പിന്നെ എന്തും നടക്കുന്ന. AP ഉസ്താദ് ഇപ്പൊ ഒരു KPCC മെമ്പർ ആകാത്തോണ്ടാണ് ഇപ്പൊ ഇതൊക്കെ മോശമായത്. KPCC മെമ്പറാണെങ്കിൽ ഒക്കെ ഉഷാറായി. അങ്ങനെയാണോ കിയാസാക്കേണ്ടത്? ഇങ്ങളെ വാദം ഒരു പണ്ഡിതൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് പോലും പറയരുതല്ലേ? എങ്കിൽ പിന്നെ ഒരു പണ്ഡിതനായ ഫൈസി, ഒരു പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റായ തങ്ങൾ, ആ തങ്ങൾ രാഷ്ട്രീയ പ്രസിഡന്റായി നിൽക്കുന്നത് അതിനേക്കാളും വലിയ മോശമെന്നല്ലേ കണക്കാക്കണ്ടേ? അങ്ങനെ കണക്കാക്കണ്ടേ? ഇനി പോട്ടെ, രാഷ്ട്രീയ നേതാവല്ലേ തങ്ങൾ എന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണെങ്കിൽ സപ്പോസ് തൽക്കാലം അതും വിടുക. നിങ്ങളെ പണ്ഡിതനല്ലേ KV കൂറ്റനാട്? ഗുരുവായൂർ മണ്ഡലത്തിൽ അബ്ദുസമദ് സമദാനി കുഞ്ഞു മുഹമ്മദ് എന്ന സംവിധായകനെതിരെ മത്സരിച്ചപ്പോ സമസ്തയുടെ ഹെഡിങ്ങിൽ, സമസ്തയുടെ സ്റ്റേറ്റ്മെന്റായി KV കൂറ്റനാട് ഒരു പ്രസ്താവന ഇറക്കിയത് ചന്ദ്രികയിൽ അച്ചടിച്ചു വന്നില്ലേ? എന്താണ് ആ പ്രസ്താവന? സമദാനിയെ വിജയിപ്പിക്കുക സമസ്ത, സമദാനിയെ വിജയിപ്പിക്കുക സമസ്ത, സമദാനിയെ ഗുരുവായൂർ മണ്ഡലത്തിൽ വിജയിപ്പിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സെക്രട്ടറി KV കൂറ്റനാട് അഭ്യർത്ഥിച്ചു. സുന്ദരമായി തോറ്റു, തൊപ്പിട്ട് സുന്ദരമായി തോറ്റു. സിനിമാ സംവിധായകനായ കുഞ്ഞു മുഹമ്മദ് ജയിച്ചു. KV കൂറ്റനാടിന്റെ കോല എവിടെയും കത്തിച്ചില്ല. അത് അച്യുതാനന്ദന്റെ അനുയായികളായിരുന്നു.
അത് പിണറായിയുടെ അനുയായികളായിരുന്നു. നിഷേധിക്കാൻ കഴിയോ? എങ്ങനെ നിങ്ങൾ ഇതുണ്ടാക്കി? നിങ്ങളിൽ മാത്രം ഈ തോന്നിവാസം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്നല്ലേ? എന്നാൽ പാണക്കാട്ടെ തങ്ങളെ എന്തും പറയാന്നല്ല പുതുമന്ന് കിട്ടുന്നത്. രാഷ്ട്രീയക്കാരനായാൽ പറയാന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ അടുത്തുണ്ടായ മുസീബത്ത് കാണണം. 2 ദിവസം മുമ്പേ വയനാട് ജില്ലയിലെ ആനപ്പറ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു മഹല്ലത്തിൽ താമസിക്കുന്ന ലുബൈബ് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിൽ പലരും പലതും പോസ്റ്റ് ചെയ്യും. AP ഉസ്താദിനെ പറ്റിയൊക്കെ വെണ്ണീന് കയ്യും കണക്കുണ്ടോ? ഇതുപോലെ മാന്യമായൊരു കാർട്ടൂണിന്റെ മതവിധി ഞാൻ പറയുന്നില്ല, പക്ഷേ കാർട്ടൂൺ എന്ന് പറയുന്നത് ഒരു മെസ്സേജ് കൈമാറാനുള്ള ആധുനിക രീതിയാണ്. ആ നിലയ്ക്ക് BJPയുടെ ഈ വോട്ട് കച്ചവടം പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ലുബൈബ് ഒരു കാർട്ടൂൺ സോഷ്യൽ മീഡിയയിൽ വിട്ടു. ആ ഒരു കാർട്ടൂണോട് പോലും അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ഒരു മഹത്തായ മഹല്ല് സംവിധാനത്തിൽ നിന്ന് രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിൽ ആ ലുബൈബിനെ പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ചു. അങ്ങനെയാണ് നിങ്ങളൊക്കെ ദുന്യാവ് തന്നെ പിണ്ടം വെക്കണ്ടേ? ജേളാരിക്കാരാ, എന്താ വെക്കാത്തത്? ഞങ്ങൾ കാന്തപുരം സുൽത്താന്റെ അനുയായികളാണ്. അതുകൊണ്ടാ ആ വിവരം റിപ്പോർട്ടർ ചാനൽ പുറപ്പെടുകയാണ്. കേട്ടു. നവമാധ്യമങ്ങളിലൂടെ സമുദായത്തിനെ ആക്ഷേപിച്ചുവെന്നാരോപിച്ച് വയനാട്ടിൽ യുവാവിനും കുടുംബത്തിനും മഹല്ല് കമ്മിറ്റി വക ഊരുവിലക്ക്. അമ്പലവയൽ ആനപ്പാറ സ്വദേശി ലബീബിനും കുടുംബത്തിനുമാണ് ആനപ്പാറ പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ CPIM പ്രവർത്തകനായ ലബീബ് ലീഗിനെതിരെ പ്രചരിപ്പിച്ച ചിത്രം സമുദായത്തിന് നിരക്കാത്തതാണെന്ന് ആരോപിച്ചാണ് വിലക്ക്. വാക്പോരുകളും രാഷ്ട്രീയ ചർച്ചകളും സജീവമായ ഫേസ്ബുക്കിൽ ലീഗ് നേതൃത്വത്തെ കളിയാക്കിയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് വയനാട് ആനപ്പാറ സ്വദേശിയായ ലബീബിനും കുടുംബത്തിനും പള്ളി കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. CPIM പ്രവർത്തകനായ ലബീബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ലീഗ് BJP സഖ്യത്തെ കളിയാക്കിക്കൊണ്ട് തനിക്ക് ലഭിച്ച ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് സമുദായത്തിനെ ആക്ഷേപിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു വിലക്ക്. സംഗതി അത് മട്ടായിക്കണം, പക്ഷെ ഞമ്മക്ക് പറ്റൂലെന്നുള്ളൂ. ഞമ്മക്കിപ്പോ ആർക്കും പറ്റൂലല്ലോ ചിത്രം വരക്കാം. ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം രാഷ്ട്രീയപരമായി ഞാൻ പല പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ തങ്ങളൊരു ഫോട്ടോ ഇട്ടിരുന്നു. അതായത് വോട്ട് കൈമാർ കോലീബി സഖ്യത്തിന്റെ ഒരു ഫോട്ടോ ഇട്ടിരുന്നത്. ഞാൻ 2-3 വർഷമായിട്ട് സൗര പോരാളി അംഗമാണ്. നിരന്തരം പോസ്റ്റ് ഇടാറുണ്ട്. തങ്ങൾമാർക്കെതിരും അന്നത്തെ രാഷ്ട്രീയ സാധ്യത പോസ്റ്റ് ഇടാറുണ്ട്. ഈ തങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ നടന്ന വീട്ടുകൂടല് കല്യാണം എന്ന പരിപാടിക്ക് പള്ളി കമ്മിറ്റി ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം വിവാഹിതനായ ലബീബിന്റെ വിവാഹ ചടങ്ങുകളിൽ നിന്ന് ആനപ്പാറ മഹല്ല് കമ്മിറ്റി വിട്ടുനിന്നു. ഒപ്പം പ്രദേശത്തെ വിശ്വാസികളെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനും പ്രേരിപ്പിച്ചു. രാഷ്ട്രീയ വിരോധം തീർക്കാൻ സമുദായത്തിനെ കൂട്ടുപിടിച്ച് പള്ളി കമ്മിറ്റിയിലെ ചിലർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയായിരുന്നുവെന്ന് ലബീബിന്റെ പിതാവ് മൊയ്തീൻകുട്ടി ആരോപിച്ചു. സാധാരണ ഒരു കത്ത് കൊടുക്കാറുണ്ട്. ഞാൻ സെക്രട്ടറി ആയ നിലക്ക് എനിക്ക് ഈ സംഘത്തിന്റെ നിയമാവലിയും പറഞ്ഞതെന്ന് അറിയാവുന്നതാണ്. കാരണം ഒരു വിശദീകരണ നോട്ടീസെങ്കിലും കൊടുക്കണം. അപ്പോ കാന്തപുരം ഉസ്താദിനെ എന്തും പറയാ, എന്തും ചെയ്യാം. ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ. എന്നാൽ രാഷ്ട്രീയക്കാരൻ തന്നെയായി തെരുവുകൾ മുഴുവനും വോട്ട് ചോദിച്ചു നടക്കുന്ന തങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞുകൂടാ. പിന്നെ ചോദിക്കാണ്, എന്താ ഞങ്ങളെ ശംസുലമീൻ കണ്ണിയത്ത് ഉസ്താദൊക്കെ പലതും പറഞ്ഞിട്ടില്ലേ, എന്താ ഓരൊന്നും കോലം കത്തിച്ചാത്തത്, ഓരൊന്നും ആരും തെറി പറയാത്തത് എന്താന്നാ കൂടത്തായി ചോദിക്കുന്നത്. ഓരോ ആളുകളോട് പോലും പ്രതിഷേധിക്കേണ്ട വിധത്തിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പ്രതിഷേധിച്ചിട്ടില്ലേ? അതുണ്ടോ അല്ലേ എന്നുള്ളത് വേറെ ആലോചിക്കാം. ഇനി ഉണ്ട് എന്നെ കൂട്ടുക. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രതിഷേധിച്ചിട്ടില്ലേ? അതൊക്കെ ഉണ്ടാവും. അത് നിങ്ങളെ ഗ്രൂപ്പ് അല്ലല്ലോ. ഇന്നുള്ള സമസ്തയുടെ നേതൃത്വം അതാത് ഘട്ടങ്ങളിൽ സമസ്ത വിരുദ്ധ, ശരീഅത്ത് വിരുദ്ധ, മതവിരുദ്ധ നിലപാടുകൾ ആരൊക്കെ സ്വീകരിച്ചോ അന്നൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. സമരം ചെയ്യേണ്ട സമയത്ത് സമരം ചെയ്തിട്ടുണ്ട്. അത് മാന്യതയുടെ സീമക്കകത്തു നിന്നുകൊണ്ട്. നിങ്ങളെ മാന്യത ഒന്നും തോനെ പറയണ്ട. അത് ആ നിലപാട് സ്വീകരിച്ചതിന് പേരിൽ ഇന്ന് ഒരു പണ്ഡിതന്റെയും കോലം ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരും കണ്ടിച്ചിട്ടില്ല. അതെന്തുകൊണ്ടറിയോ? നിങ്ങളെ മാന്യത കൊണ്ടല്ല, നിങ്ങളുടെ എതിരാളികൾ മാന്യന്മാരായിരുന്നു, അതുകൊണ്ടാണ്. അത് നിങ്ങളുടെ മാന്യതയല്ല, നിങ്ങളുടെ എതിരാളികൾ മാന്യന്മാരാണ്. ഞങ്ങളായിരുന്നു നിങ്ങളുടെ എതിരാളികൾ. CPM ആയിരുന്നു നിങ്ങളുടെ എതിരാളികൾ. ഇടതുപക്ഷമായിരുന്നു നിങ്ങളുടെ എതിരാളികൾ. PDPയും INLുമായിരുന്നു നിങ്ങളുടെ എതിരാളികൾ. അവരൊക്കെ മാന്യന്മാരാണ്. ഞങ്ങളുടെ കോലം കത്തിക്കാൻ കാരണം ഞങ്ങളുടെ എതിരാളികൾ മാന്യന്മാരായില്ല, അത് നിങ്ങളാണ്, അത് ലീഗുകാരാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ചില ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിലെങ്കിലും ഞങ്ങളുടെ എതിരാളികളായി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ലീഗുകാരുമായി നിങ്ങൾ പോരാടേണ്ടി വന്നിട്ടില്ലേ?
പോരാടേണ്ടി വന്നപ്പോ ഞങ്ങൾ കേട്ട തെറിങ്ങൾക്കും കേൾക്കേണ്ടി വന്നിട്ടില്ലേ? അമ്പലക്കടവ് കരുവാരക്കുണ്ട് TP അഷ്റഫ് അലിവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങളെ എതിരാളികൾ പണ്ട് ഞങ്ങളെ തെറി പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചതുപോലെ അതേ പ്രതിയോഗികളോട് ഏറ്റുമുട്ടേണ്ട അവസ്ഥങ്ങൾക്ക് വന്നപ്പോ ആ എതിരാളികൾ നിങ്ങളിൽ തെറി വിളിച്ചിട്ടില്ലേ? അമ്പലക്കടവിനെതിരെ MSF വിളിച്ച പ്രകടനം നോക്കിങ്ങള് അത് നിങ്ങളെ മാന്യതുകൊണ്ടും മര്യാദ കൊണ്ടും അല്ല, ഞങ്ങളെ എതിരാളികൾ നിങ്ങളായിപ്പോയി എന്നതും നിങ്ങളുടെ എതിരാളികൾ മാന്യന്മാരായി എന്നതുമാണ്. എങ്ങനെ പേരോടാണ് പണ്ട് ഞങ്ങൾക്കെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിപ്പിച്ച് പഠിപ്പിച്ച കുട്ടികളേറ്റ് ഒരീസങ്ങൾ തെറ്റിയിട്ടുള്ളൂ. പിറ്റേന്ന് വിളിച്ചു അമ്പലക്കടവ വസിനൊന്ന മുജറുദും മസീദിപ്പിയും പിന്നെ ആലോചിച്ച അല്ലേ? എന്തേ നേരത്തെ നിങ്ങൾ തെറി കേൾക്കാഞ്ഞത്? നിങ്ങളെ എതിരാളികൾ മാന്യന്മാരായതുകൊണ്ട്. ഞങ്ങൾ തെറി കേൾക്കുന്നതും ഞങ്ങളെ കോലം കത്തിക്കുന്നതും ഞങ്ങളെ എതിരാളികൾക്ക് മാന്യതയില്ലാത്തതുകൊണ്ട്. അതാണ് അതിന്റെ വസ്തുത. ഈ എന്തിനായി അങ്ങാടി കൂടെയൊക്കെ വലുത് പറഞ്ഞെടുക്കുന്നത് അറിയോ? ഇവരെ മുറാദ് മുസന്നിഫിന്റെ മുറാദ് വല് പറഞ്ഞിരുന്നുണ്ട്. എന്താണ്? നിങ്ങള് എന്ത് ചെയ്യരുത്? ഈ തെരഞ്ഞെടുപ്പിൽ APക്ക് വോട്ടില്ലട്ടോ, നിങ്ങൾ ആ വോട്ടും ചോദിച്ച് നടക്കരുത് എന്നാ പറയുന്നത്. അതാണ് ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? APന്റെ അടുത്ത് വോട്ടുണ്ട് വിചാരിച്ചിട്ട്. ഇതാണ് ഇപ്പൊ ഈ പ്രസംഗിച്ചെടുക്കണതിന്റെ മുറാദ്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മണ്ണാറക്കാട് നൽകുന്ന പാഠം കാന്തപുരവും അനുയായികളും ഒരു വോട്ട് ബാങ്കാണെന്ന മിഥ്യാധാരണ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാ. എന്തിനാ മൂല്യരെ ഈ ചങ്കും കൊല്ലിയും പൊട്ടിച്ചത്? ഈ വോട്ട് ലിസ്റ്റൊക്കെ കജ്ജിലുള്ള നിങ്ങളെക്കാൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരല്ല നാട്ടിലെ രാഷ്ട്രീയക്കാർ. ഓൽക്കിപ്പോ നിങ്ങൾ ഇങ്ങനെ ഓതിക്കൊടുത്തിട്ടുമാണോ ഞങ്ങൾക്ക് വോട്ടില്ല എന്ന്? അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ മണ്ണാറക്കാട് ഇലക്ഷന്റെ മുമ്പ് ഞങ്ങൾക്ക് വോട്ടുണ്ട് നെറ്റപ്പോ നിങ്ങൾ സമ്മതിച്ചിരുന്നു. എന്തിനാപ്പൊ നിങ്ങൾ പറഞ്ഞെടുക്കണേ? ഏതായാലും മണ്ണാറക്കാട് ഞങ്ങൾ തോറ്റില്ലേ, ഞങ്ങൾക്ക് വോട്ടില്ല എന്ന് ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞക്കൂല. ഇനിയിപ്പോ എന്തിനാ നിങ്ങൾ പാടിയെടുക്കണേ? ഞമ്മക്ക് വോട്ടില്ല എന്ന് പറയുന്ന ബലന്നെ ആര്യാടമ്മേമാക്കാന്റെ മകനെ തോൽപ്പിച്ച് ഞമ്മളാന്നും പറയുന്നുണ്ട്. അടോക്കാ നിങ്ങൾ അവിടെ തോറ്റിനും ഞമ്മൾ പ്രതി, ഇവിടെ ജയിച്ചിനും ഞമ്മൾ പ്രതി. ആര്യാടമ്മേമാക്കാന്റെ മകൻ തോറ്റക്കാത്ത സമുദൂക്കൂട്ടൂർ പറഞ്ഞു തരും. അവിടെ ഞമ്മളെ കുഴപ്പക്കാര്. മലപ്പുറം ജില്ലയിൽ പലപ്പോഴും കൂട്ടുനിൽക്കുന്നത് നമുക്കറിയാം. ഇയാൾക്ക് പലപ്പോഴും മലപ്പുറം ജില്ലയിൽ കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ ബഹുമാനനായ ആര്യാട മുഹമ്മദ് സാഹിബ്. ഞങ്ങൾ അദ്ദേഹത്തോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ നേതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. ഏത് മദ്രസ പള്ളി പ്രശ്നമുണ്ടായാലും ജബ്ബാറാറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയാം, പോയെന്ന് എനിക്കറിയില്ല. ജബ്ബാറാറ്റിക്കറിയാം ഏത് മദ്രസ പള്ളി പ്രശ്നമുണ്ടായാലും ആര്യാട മുഹമ്മദ് സാഹിബോട് ഇടപെടും. ഇയാൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കും, ഇയാൾക്ക് വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്യും. ആ പോലീസിനെ ദുരുപയോഗം ചെയ്ത ആര്യാട മുഹമ്മദ് സാഹിബിന് പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോ ഇയാൾ കളം മാറി ചവിട്ടിയത് മാത്രമല്ല, ഞങ്ങൾ കളം മാറി ചവിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള കയ്യും കാലും വേണ്ടേ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ചവിട്ടിയോണ്ട് തോൽക്കോ? ഞങ്ങൾക്ക് ചവിട്ടാനുള്ള ആഫിയത്തില്ല എന്നല്ല ഇപ്പൊ നിങ്ങൾ പറയുന്നേ. നിങ്ങൾ ഓർക്കണം, ഇയാൾക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചിരുന്ന ആര്യാട മുഹമ്മദ് സാഹിബിന്റെ മകൻ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ 11,504 വോട്ടിന് മധുരമായി തോറ്റു. നിങ്ങൾ മനസ്സിലാക്കണം, 14,000 വോട്ടിൽ തോറ്റു എന്നാണ് സഹോദരന്മാർ. നിങ്ങളവിടെ ഇരിക്കി സഹോദരന്മാരെ, ബാക്കി 14,000 വോട്ടിന് തോറ്റിഞ്ഞ് തോൽപ്പിച്ച് ഞമ്മളാന്ന് മൂപ്പര് പറയും. പറഞ്ഞ ഉടനെ തന്നെ മൂപ്പര് തിരുത്തും എന്നാണ് അവർ പറയുന്നത്. അവരെ തോൽപ്പിച്ചത് ഞമ്മളെന്നെയാ തോൽപ്പിച്ചത്. ആരെ? ആര്യാട മുഹമ്മദ് സാഹിബിനെ. നിങ്ങൾ അവിടെ ഇരിക്കണേ. ആര്യാട മുഹമ്മദ് സാഹിബിനെ തോൽപ്പിച്ചത് ഞമ്മളാണ് എന്നാ പോലും പറയുന്നത്. അത് പറഞ്ഞപ്പാരോ ബേക്കുന്നു തോണ്ടി അബദ്ധയിക്കുന്നത്. അപ്പൊ മൂപ്പര് പറയും എന്നാണ് ഓല് പറയാ. അവര് പറയും, പക്ഷേ അതിലൊരുപാട് ഘടകങ്ങൾ വരെ കൂടി ചോദിക്കാം. ആയിക്കോട്ടെ, ഞങ്ങളതിലൊരു ഘടകമാണോ അത്ര അറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഉപ്പ് ഞങ്ങളതാണോ എന്ന് അറിഞ്ഞാൽ മതി. ഇവരെന്തുകൊണ്ട് സഹായിച്ചില്ല? ഞങ്ങൾക്ക് വോട്ടില്ലായിട്ട് സഹായിച്ചില്ല. ആര്യാടമ്മേമാക്കാന്റെ മകൻ തോറ്റില്ല, നിങ്ങളെന്തേ സഹായിച്ചാഞ്ഞെന്ന്. അപ്പൊ നിങ്ങളല്ലേ ഞങ്ങൾക്ക് വോട്ടില്ലാന്ന് പിന്നെ എങ്ങനെയാ മാഷ ഞങ്ങൾ സഹായിക്കുക?
2011 5598 വോട്ടിന് ആര്യാടൻ മുഹമ്മദ് സാഹിബ് വിജയിച്ച പ്രദേശത്തല്ലേ ഇത് സംഭവിച്ചത്? എന്തേ അങ്ങനെ സംഭവിച്ചു?